എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നഴ്സിംഗ് ഏകജാല പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. അപ്പോൾ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ തീരുമാനം ആകാതെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ മുൻപ് 2017 മുതൽ നഴ്സിംഗ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകജാല പ്രവേശനമായി AMCS FNCK PNCMAC എന്നിങ്ങനെയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ ഈ ഒരു ഏകജാലകമായിട്ട് വിവിധ നഴ്സിംഗ് കോളേജുകളിലേക്ക് പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്രവേശന ഫീസായിട്ട് 1000 രൂപയാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരു അസോസിയേഷൻ ഈടാക്കിയിട്ടുള്ളത്. ഒരു അസോസിയേഷന് കീഴിൽ തന്നെ നിരവധി കോളേജുകൾ വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അത് കൂടുതൽ പ്രയോജനം ഉള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ധനവകുപ്പ് 2017 മുതലുള്ള ആ ഒരു ഏകജാല പ്രവേശനമായി നടത്തിയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫീസിൽ, ഏകജാല പ്രവേശനത്തിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫീസിൽ നിന്നും 18% GST കുടിശ്ശികയായിട്ട് അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് തന്നെ കോടികൾ വരും. അതുപോലെ തന്നെ പിന്നീട് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായിട്ട് ഫീസ് ഏകദേശം 1000 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ 1000 രൂപ ഫീസിൽ നിന്നും 18% GST ആയിട്ട് അടക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു ബാധ്യത സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 2017 മുതലുള്ള ആ ഒരു കുടിശ്ശിക എന്നുള്ള രീതിയിൽ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയത് ഈ ഒരു നഴ്സിംഗ് അസോസിയേഷനുകൾക്കൊക്കെ വലിയൊരു ബാധ്യത ആയതുകൊണ്ട് തന്നെ കോടികൾ വരുന്നത് കൊണ്ട് തന്നെ അതൊരു ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ ആ ഒരു നഴ്സിംഗ് ഏകജാല പ്രവേശനം നടത്തില്ല എന്ന് ഈ ഒരു നഴ്സിംഗ് അസോസിയേഷനുകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏകജാല പ്രവേശനമായി ഈ ഒരു നഴ്സിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് ഈ ഒരു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ LBS ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളിലേക്കും അതുപോലെ ചില മാനേജ്മെൻറ്റ് കോളേജിലെ മെറിറ്റ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും പ്രവേശനം നടത്തുന്നുണ്ട്. ബാക്കിയുള്ള മാനേജ്മെൻറ്റ് കോളേജിലെ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് AMCS FNCKയും അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ കീഴിലുള്ള ആ ഒരു കോളേജുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് PNCMAC എന്നുള്ളതും, അതുപോലെ തന്നെ ചില കോളേജുകൾ സ്വന്തമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ കോളേജുകൾ സ്വന്തമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് GST ബാധകമായിരിക്കില്ല. അതേസമയം ഈ വർഷം മുതൽ ഏകദേശം 34 കോളേജുകളാണ് സ്വന്തമായിട്ട് ഈ ഒരു പ്രവേശന നടപടികൾ നടത്തുന്നത്. അപ്പോൾ ഇവരോട് ഏതെങ്കിലും അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഏകജാല സംവിധാനത്തിലേക്ക് വരണം എന്ന് ഈ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും എന്നാണ് കരുതുന്നത്. കാരണം ഏകജാല പ്രവേശനം വഴി ഈ ഒരു അലോട്ട്മെൻറ്റ് AMCS FNCK വഴിയോ അല്ലെങ്കിൽ PNCMAC വഴിയോ അലോട്ട്മെൻറ്റ് നടത്തപ്പെടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അതത് കോളേജുകൾ ഫീസ് അടച്ച് ഈ ഒരു ഈ ഒരു പ്രവേശനത്തിനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടക്കുന്ന സമയത്ത് അതൊരു വലിയൊരു ബാധ്യതയായിരിക്കും വിദ്യാർത്ഥികൾക്ക് വരുന്നത്. കാരണം ഓരോ കോളേജിലേക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിനിമം 500 രൂപ വെച്ച് കണക്കാക്കിയാൽ തന്നെ ഏകദേശം നല്ലൊരു തുക തന്നെ ഏകദേശം ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിലുള്ള 82 കോളേജിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ചിലവായിട്ട് വരും. അപ്പോൾ അത് ഒരു വലിയൊരു ബാധ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചർച്ചകൾ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ള പ്രകാരം 2017 മുതലുള്ള ഈ ഒരു നഴ്സിംഗ് പ്രവേശനത്തിന് ഉള്ള ആപ്ലിക്കേഷൻ ഫീസിൽ നിന്നുള്ള 18% GST നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധനവകുപ്പിൻ്റെ നോട്ടീസ് റദ്ദാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഈ ഒരു ഏകജാല സംവിധാനം ഇനി ഉണ്ടാവില്ല എന്നാണ് അസോസിയേഷനുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റുകളുടെ അസോസിയേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആവശ്യം ഉടൻ തന്നെ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഈ വർഷവും ഈ ഒരു രീതിയിൽ ഏകജാല പ്രവേശന നടപടികൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഏകദേശം ജൂൺ മാസം മുതലാണ് ആരംഭിക്കുക. കാരണം നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് 9-ാം തീയതിയോടെ തന്നെ വരും. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു അപേക്ഷ നടപടികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അത് കറക്റ്റായിട്ട്
അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്രങ്ങൾ വഴിയും അതുപോലെ തന്നെ ഇതുപോലുള്ള വിദ്യാഭ്യാസ ചാനലുകൾ വഴിയും നിങ്ങൾക്ക് ആ ഒരു വിവരം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗ് പ്രവേശനം നടത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ ഈ ഒരു നഴ്സിംഗ് കോളേജുകൾ, വിവിധ നഴ്സിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉള്ള കോളേജായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലും വിവിധ അതായത് കോളേജുകൾ സ്വന്തമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ, അത് നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അതായത് അതുപോലുള്ള കോളേജുകളിലേക്കും നിങ്ങൾക്ക് പ്രവേശനം നേടാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു 290 എബോ ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഏകദേശം 300 തന്നെ ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്കാണ് സാധാരണഗതിയിൽ കിട്ടിയിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ PWD അല്ലെങ്കിൽ അതായത് PD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഏകദേശം 160 ഇൻഡെക്സ് സ്കോർ ഉണ്ടെങ്കിൽ കൂടി അവർക്കാണ് അലോട്ട്മെൻറ്റ് ആ ഒരു രീതിയിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് സ്കോർ ലഭിച്ചത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റ് ബുക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് അംഗീകാരമുള്ള കോളേജാണ് എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കാരണം അംഗീകാരമില്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് അതായത് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അതായത് കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ പഠിക്കുന്ന സമയത്ത് ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം റദ്ദായ കോളേജൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേരളത്തിന് പുറത്ത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, അതായത് കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.